അപ്പൊ എല്ലാരും ചോദിക്കും ഇതൊക്കെ നമുക്ക് താൽക്കാലികമാണ്, റെസിഷൻ നമ്മൾക്ക് അത് റിക്കവറി ആവും, അത് റിക്കവറി ആവും. അപ്പൊ അത് ഗോൾഡ് താഴെ പോരില്ല. അത് താഴെ പോരില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേമില് ഒരു ചെറിയ സ്മോൾ സെല്ലിങ് വരാം, ഒരു സെല്ലിംഗ് പ്രഷർ വരാം. പക്ഷെ ഒരിക്കലും ആ സെല്ലിംഗ് പ്രഷർ വരുന്നത് ഇപ്പം ഗോൾഡ് കയറുന്നത് സെൻട്രൽ ബാങ്കിന്റെ ബൈയിങ് കൊണ്ടാണ്. പക്ഷെ ഗോൾഡ് ഇറങ്ങുന്നത് സെൻട്രൽ ബാങ്ക് വിൽക്കില്ല. അതായത് അവർ കയ്യിൽ റിസർവ് കൂട്ടേ ചെയ്യുള്ളൂ. അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഒരിക്കലും ഗോൾഡ് റിസർവ്സ് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും. അത് വിൽക്കുന്നത് കൊണ്ടല്ല മാർക്കറ്റിൽ ഡൗൺ ആയി പോകുന്നത്. അതായത് ഇപ്പൊ ഈ ഡെറിവേറ്റീവ്സ് ഫ്യൂച്ചർ മാർക്കറ്റിൽ, അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രേഡ് ഫിസിക്കൽ ഗോൾഡിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് ഡിജിറ്റൽ ഗോൾഡിലാണ് നടക്കുന്നത്. അപ്പൊ അവര് ഒരു സെൻട്രൽ ബാങ്ക് ബൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോബൽ കോൺഫിഡൻസ് ആണ് നൽകണത്. അതൊരു ട്രസ്റ്റ് ആണ്. ഇവര് വാങ്ങിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഗോൾഡ് നമുക്ക് സേഫ് ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ETFs ഫണ്ട്സ്, സോവറിൻ ഗോൾഡ്സ്, അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹെവി ആയിട്ട് ഇത് ബൈങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ എന്തായാലും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരണം. ഒരു ഡിപ്പ്, അതായത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഗോൾഡ് കയറി ഹെൽത്തി കറക്ഷൻ, ഒരു കറക്ഷൻസ് എപ്പോഴും ഉണ്ടാവണം. അതായത് ഗോൾഡിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ഇത്രയ്ക്കും വലിയൊരു ബൈയിങ് വന്നത് കൊണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2024 സെൻട്രൽ ബാങ്ക് 1200 ടണ്ണ് ഒറ്റയ്ക്ക് വാങ്ങിച്ചു, ഒരൊറ്റ സ്റ്റെപ്പ് ഇതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഗോൾഡ് ഒരു വലിയൊരു റാലി, കറക്ഷൻ ഇല്ലാത്തൊരു റാലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.